ഇനി ഈ ചിത്രം വരച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. ആകെ ചെലവിന്റെ 35% ഭക്ഷണത്തിനായി ചെലവാക്കിയത്. 35% എന്നാൽ 35/100 ആണ്. 7 അഞ്ചുകൾ ചേർന്നതാണ് 35. 20 അഞ്ചുകൾ ചേർന്നതാണ് 100. അപ്പോൾ ഇതിനെ 7/20 എന്നെഴുതാം. അതായത് വൃത്തത്തിന്റെ 7/20 ഭാഗമാണ് ഭക്ഷണത്തിനായി കാണിക്കേണ്ടത്. വൃത്തത്തിന്റെ 7/20 ഭാഗം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? വൃത്തത്തിലെ ആകെ കോണളവായ 360ന്റെ 7/20 ഭാഗം കാണണം. പൂജ്യങ്ങൾ ചുരുക്കാം. 18 രണ്ടുകൾ ചേർന്നതാണ് 36. 18 ഗുണിക്കണം 7 126 കിട്ടും. അതായത് വൃത്തത്തിൽ ഭക്ഷണത്തിന് ചെലവായ തുക കാണിക്കാൻ കേന്ദ്രത്തിൽ 126 ഡിഗ്രി കോൺ വരക്കണം. ഇതുപോലെ ഓരോ ചെലവും അടയാളപ്പെടുത്താനുള്ള കോൺ കണക്കാക്കാം. ആരോഗ്യത്തിന് 25% ചെലവാക്കുന്നത്. വൃത്തത്തിൽ ഈ ഭാഗം അടയാളപ്പെടുത്തുന്നതിനുള്ള കോണളവ് കാണാനായി ആകെ കോണളവായ 360ന്റെ 25% അഥവാ 360 × 25/100 കാണാം. 4 25കൾ ചേർന്നതാണ് 100. 360നെ 4 കൊണ്ട് ഹരിച്ചാൽ 90 കിട്ടും. അതായത് വൃത്തത്തിൽ ഈ ഭാഗം അടയാളപ്പെടുത്തുന്നതിന് 90 ഡിഗ്രി കോൺ വരക്കണം. വിദ്യാഭ്യാസത്തിന് 20% ചെലവാക്കുന്നത്. അതിനുള്ള കോണളവ് കാണാനായി 360ന്റെ 20% കാണാം. പൂജ്യങ്ങൾ ചുരുക്കാം. 36 × 2 72 കിട്ടും. ഇതുപോലെ മറ്റ് ചെലവുകൾക്കായി 15% ചെലവാക്കുന്നു. 360ന്റെ 15% കാണാം. പൂജ്യങ്ങൾ ചുരുക്കാം. 3 അഞ്ചുകൾ ചേർന്നതാണ് 15. 2 അഞ്ചുകൾ ചേർന്നതാണ് 10. 36നെ 2 കൊണ്ട് ഹരിച്ചാൽ 18 കിട്ടും. 18 ഗുണിക്കണം 3 54 ആണ്. അതായത് വൃത്തത്തിൽ ഈ ഭാഗം അടയാളപ്പെടുത്താൻ 54 ഡിഗ്രി കോൺ വരക്കണം. സമ്പാദ്യത്തിനായി 5% ചെലവാക്കുന്നു. 360ന്റെ 5% അഥവാ 360 ഗുണിക്കണം 5/100 ചുരുക്കിയാൽ 18 എന്ന് കിട്ടും. ഓരോ ഭാഗവും വൃത്തത്തിൽ അടയാളപ്പെടുത്താനുള്ള കോണളവ് കണക്കാക്കി. ഇനി നമുക്ക് ചിത്രം വരച്ച് നോക്കാം. ആദ്യം ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരക്കാം. അതിൽ ഒരു ആരം വരക്കാം. ഭക്ഷണത്തിനായി വരയ്ക്കേണ്ടത് കേന്ദ്രത്തിൽ 126 ഡിഗ്രി കോണളവുള്ള ഭാഗമാണ്. അതിനായി കേന്ദ്രത്തിൽ 126 ഡിഗ്രി കോൺ വരക്കുക. ഈ ഭാഗമാണ് ഭക്ഷണത്തിനായി ചെലവാക്കുന്ന തുകയെ കാണിക്കുന്നത്. ഇനി ആരോഗ്യത്തിനായി ചെലവാക്കുന്ന തുക കാണിക്കാൻ 90 ഡിഗ്രി കോണാണ് കേന്ദ്രത്തിൽ വരയ്ക്കേണ്ടത്. ഈ ആരത്തെ അടിസ്ഥാനമാക്കി 90 ഡിഗ്രി കോൺ വരക്കാം. ഈ ഭാഗമാണ് ആരോഗ്യത്തിന് ചെലവായ തുക കാണിക്കുന്ന ഭാഗം. വിദ്യാഭ്യാസത്തിന് ചെലവായ തുകയെ കാണിക്കുന്ന കോണളവ് 72 ഡിഗ്രിയാണ്. ഈ ആരത്തെ അടിസ്ഥാനമാക്കി 72 ഡിഗ്രി കോൺ വരക്കാം. ഇതാണ് വിദ്യാഭ്യാസത്തിന് ചെലവായ തുകയെ കാണിക്കുന്ന ഭാഗം. മറ്റു ചെലവുകൾക്കായി ചെലവായ തുക കാണിക്കുന്ന ഭാഗത്തിന്റെ കോണളവ് 54 ഡിഗ്രിയാണ്. ഈ ആരത്തെ അടിസ്ഥാനമാക്കി 54 ഡിഗ്രി കോൺ വരക്കാം. ഇതാണ് മറ്റു ചെലവുകൾക്കായി ചെലവായ തുകയെ കാണിക്കുന്ന ഭാഗം. സമ്പാദ്യത്തിന് ചെലവായ തുകയെ കാണിക്കുന്ന ഭാഗത്തിന്റെ കോണളവ് 18 ഡിഗ്രിയാണ്. 18 ഡിഗ്രി കോൺ വരക്കാം. ഈ ഭാഗമാണ് സമ്പാദ്യത്തിന് ചെലവായ തുകയെ കാണിക്കുന്ന ഭാഗം. ഇതുപോലെ ചെലവുകൾക്കനുസരിച്ച് വൃത്തത്തെ ഭാഗിച്ചുകൊണ്ട് ഒരു പൈ ഡയഗ്രം വരക്കാം.